നമസ്കാരം. പ്രേമരാജൻ മുന്നാട്. നമ്മുടെ കോക്കാച്ചികൾ ഇന്നലെ നിലവിളിക്കുന്നത് കേട്ടു. കോക്കാച്ചികളുടെ ആ നിലവിളി ശബ്ദം ഇതോ. ഞാനിത് ആദ്യമേ പറഞ്ഞതാണ്. ആ പ്രധാൻ രാജിവെച്ചു എന്ന് കണ്ട് രാജ്യം മുഴുവൻ ആഘോഷങ്ങൾ അലയടിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, കേസുകളുടെ ഘോഷയാത്ര വരാൻ പോകുന്നേ ഉള്ളൂ. പാറ്റകളെയും പാറ്റകളുടെ ഒപ്പം പറന്നവർക്കും അത് വരും, അത് അനുഭവിക്കേണ്ടി വരുമെന്ന്. ഇതിൻ്റെ ചില വശങ്ങളെക്കുറിച്ച് പലതവണ ഞാൻ പല കാര്യങ്ങൾ വീഡിയോ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴൊക്കെ പലരും എൻ്റെ അടുത്ത് എന്നോട് പറഞ്ഞത്, നീ സുഡാപ്പിയാണ്, നീ സംഖ്യയാണ്, സംഖ്യയ്ക്ക് വേണ്ടി സംസാരിക്കുന്നതാണെന്നൊക്കെ. ഇപ്പോൾ അവസാനം നമ്മുടെ AKG ഭവനിലേക്ക് പോലീസ് എത്തുന്ന അവസ്ഥയിലേക്ക് എത്തി. ഐഷി ഘോഷിനെ അറസ്റ്റ് ചെയ്യാൻ പഴയ കേസിൻ്റെ പേര് പറഞ്ഞിട്ടാണ് വന്നതെങ്കിലും അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത അപലപനീയം തന്നെയാണ്. പക്ഷേ പഴയ കേസുകൾ ഇനി കുത്തിപ്പൊക്കും. ഇന്നലെ തന്നെ CJPയുടെ കോക്കാച്ചി പാർട്ടിയുടെ പാറ്റകൾ ഇന്നലെ പറഞ്ഞു, നമ്മളെ കേസ് കൊണ്ട് ആക്രമിക്കുന്നു എന്ന്. അപ്പോൾ കേസ് നടത്തണം, കേസ് അവർക്ക് കൗണ്ടർ കേസ് കൊടുക്കണം, അതിനുവേണ്ടി നിയമസഹായം വേണം, സാമ്പത്തികം വേണം എന്നൊക്കെ പറഞ്ഞിട്ട് നിലവിളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ സമരത്തിന് വേണ്ടി ഇറങ്ങുമ്പോൾ കേസ് ഉണ്ടാകും, അതുറപ്പാണ്. പിന്നെ കേസ് പിൻവലിക്കണം എന്ന് പറഞ്ഞിട്ട് ഇപ്പം നിലവിളിച്ചതിനെ കൊണ്ട് കാര്യമൊന്നുമില്ല. ഇന്നലെ ജോൺ ബ്രിട്ടാസും NK പ്രേമചന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നുണ്ട്, കേസ് പിൻവലിക്കണം, കേസ് എടുക്കാൻ പാടില്ല എന്നൊക്കെ. സംസ്ഥാനം ഭരിച്ചവരാണ്, രാജ്യം ഭരിച്ചവരാണ്. അവർക്ക് അറിയാത്തതൊന്നുമല്ല ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയും ഈ രാജ്യത്തിൻ്റെ കോടതി നിയമങ്ങളും. സംഘം ചേരാൻ പാടില്ലാത്ത സ്ഥലങ്ങളിൽ സംഘം ചേർന്നാൽ കേസുണ്ടാവും. പ്രത്യേകിച്ച് അക്രമം നടത്തിയാൽ കേസുണ്ടാവും. ജന്തർ മന്ദിർ പോലുള്ള, ഡൽഹി പോലുള്ള ആ സ്ഥലങ്ങൾ നിയന്ത്രിത മേഖലകളാണ്. ഇപ്പം നമ്മൾ തിരുവനന്തപുരത്ത് വലിയ സമരം നടത്തി. കണ്ടോൺമെൻറ്റ് ഗേറ്റ് മാത്രം അടക്കാൻ വേണ്ടി സമ്മതിച്ചിട്ടില്ല, ബാക്കി എല്ലാ ഗേറ്റും അടച്ചു. കാരണം കണ്ടോൺമെൻറ്റ് ഗേറ്റ് ഉപരോധിക്കാൻ പാടില്ല എന്ന് നിയമമാണ്. അതുകൊണ്ട് ആരും അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി പറ്റിയിട്ടില്ല. പിന്നെ ബേക്കറി ജംഗ്ഷനിൽ പോയിരുന്നിട്ടാണ് സമരം ചെയ്തത്. അപ്പോൾ എന്നതുപോലെ ഡൽഹിയുടെ ചില സ്ഥലങ്ങൾ തന്ത്രപ്രധാനവും അതിപ്രധാനവുമായ സ്ഥലങ്ങളാണ്. അവിടെ സംഘം ചേർന്നാൽ കേസെടുക്കും. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, സമരത്തിന് പോയാൽ ഭരണകൂടത്തിൻ്റെ ഭീകരത ഉണ്ടാകും, അവരാക്രമിക്കും. പിന്നെ ഇപ്പം നമ്മൾ പെല്ലറ്റ് കൊണ്ട്, പിന്നെ ബാനർ കൊണ്ട്, പിന്നെ അത് കൊണ്ട് അടിച്ചു, ഇതുകൊണ്ട് അടിച്ചു എന്നൊക്കെ പറയുന്നതിൽ എന്താ അർത്ഥം? വിദ്യാർത്ഥികളെ ക്രൂരമായി മർദ്ദിച്ചു, തല്ലിച്ചതച്ചു എന്നൊക്കെ പറഞ്ഞ് നിലവിളിച്ചത് കൊണ്ട് കാര്യമില്ല. കാരണം അത് സ്വാഭാവികമായി ഭരണകൂടത്തിൻ്റെ ഭീകരത ഉണ്ടാകും. സംശയം ഈ നാട്ടിൽ ഇതിന് മുന്നേ ഉണ്ടായിട്ടില്ലേ? വിദ്യാഭ്യാസ കച്ചവടത്തിനെതിരെ കൂത്തുപറമ്പിൽ നടന്ന സമരത്തിൽ അഞ്ച് പേരെ വെടിവെച്ച് കൊന്നിട്ടില്ലേ? 5 ധീര രക്തസാക്ഷികൾ ഇന്നും നമുക്ക് ഓർമ്മയായി. 6ാമത് പുഷ്പൻ എന്ന് പറയുന്ന ജീവിക്കുന്ന രക്തസാക്ഷി, ഇപ്പോൾ അദ്ദേഹവും മരണപ്പെട്ടു. എത്ര ചെറുപ്പക്കാർക്ക് പിന്നെ പരിക്കേറ്റിട്ടുണ്ട്, കേസുകൾ ഉണ്ടായിട്ടുണ്ട്. ഇത് ഈ രാജ്യത്ത് ആദ്യമായിട്ടുള്ള സംഭവം ഒന്നുമല്ലല്ലോ, സ്വാഭാവികമല്ലേ ആ കേസ് പിൻവലിക്കണം എന്ന് പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത്? സമരത്തിനിറങ്ങിയാൽ ഇപ്പം നമ്മൾ AK-47 ഉപയോഗിച്ചു, പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ വെടിവെച്ച് മരിച്ചിട്ടില്ല ആളുകൾ. ഇതിലും മുന്നേയുള്ള സമരങ്ങൾ തോക്കും ലാത്തിയും ബയനറ്റും ഗർജിച്ചു എന്ന് നമ്മൾ ധീരസഖാക്കൾ പിടഞ്ഞു വീണെന്ന് പറയുന്നില്ലേ? ഇതറിയാതെ പാർട്ടിക്കാരാണോ? SFIക്കാരാണോ? രാഹുൽ ഗാന്ധിൻ്റെ പേരിൽ കേസെടുത്തിട്ടില്ലേ? അതുപോലെ നിരവധിയായ SFI പ്രവർത്തകരുടെ പേരിൽ കേസെടുത്തില്ലേ? കേസ് വരും. സമരത്തിനിറങ്ങിയാൽ, അക്രമത്തിനിറങ്ങിയാൽ പ്രത്യേകിച്ച്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ആടെ ഡൽഹിയിൽ ഒരുപാട് പോലീസ് വാഹനങ്ങളും പല നഷ്ടങ്ങളും സംഭവിച്ചിട്ടുണ്ട്. ഇത് പിന്നെ നഷ്ടങ്ങൾ സംഭവിച്ചാൽ ആരാണോ അവരിൽ നിന്ന് ഈടാക്കണമെന്നാണ് രാജ്യത്തിൻ്റെ നിയമം. അങ്ങനെ സംഘം ചേരാനും അനുവാദമില്ല. ഈ കഴിഞ്ഞ ദിവസം ഈ സമരം നടക്കുമ്പോൾ തന്നെ ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടതാണ്, വീഡിയോ ചെയ്തതാണ്. സമരം ചെയ്ത് ഇവിടുത്തെ രാജ്യത്തിൻ്റെ ഭരണഘടന നിലനിർത്താൻ വേണ്ടിയാണെങ്കിൽ, ഈ രാജ്യത്തിൻ്റെ നിയമങ്ങൾ നിലനിർത്താൻ വേണ്ടിയാണെങ്കിൽ, തൊഴിലിന് വേണ്ടിയാണെങ്കിൽ സമാധാനപരമായ സമരം ചെയ്യണം. അക്രമ സമരം നടത്തിയാൽ കേസ് വരും. കേസ് വന്നാൽ തൊഴിൽ നഷ്ടപ്പെടും, വിദേശ യാത്ര നഷ്ടപ്പെടും, ജീവിതത്തിൻ്റെ എല്ലാ മേഖലയും നഷ്ടപ്പെടുന്നു. അപ്പോൾ എന്നെ കുറേ ആൾക്കാർ സംഖ്യയാക്കി,
ഈ കോക്കാച്ചിനെ അനുകൂലിക്കാത്തതുകൊണ്ട് സംഖ്യയാണെന്ന് പറഞ്ഞു. ഞാൻ ഈ നാട്ടിൻ്റെ വ്യവസ്ഥിതിയെക്കുറിച്ച് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ സംഖ്യ ആയതുകൊണ്ടല്ല. ഞാൻ പറഞ്ഞതിന് ഇവരെ പിന്തുണക്കുന്ന ആളുകൾക്കെതിരെ കേസ് വരും. കാരണം ഇതൊരു സംഘടനാ സിസ്റ്റമില്ല. ഈ സംഘടനാ സിസ്റ്റം ഇല്ലാത്തതുകൊണ്ട് ഈ ഡൽഹിയിൽ അടിച്ച് പൊളിക്കുകയും സ്വകാര്യ കടകൾ പിന്നെ സർക്കാർ വാഹനങ്ങളൊക്കെ തകർത്ത, അതുപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാരെ കയ്യേറ്റം ചെയ്ത സംഭവങ്ങളുണ്ട്. അതിനെല്ലാം കേസെടുക്കണ്ടേ? അപ്പോൾ പറഞ്ഞു കോക്കാച്ചികൾ പറയുന്നത് അവരോട് ധാരണയുണ്ടായിരുന്നു, അവരെ കേസ് എടുക്കൂല എന്ന് പറഞ്ഞെന്ന്. ഏത് ധാരണയുടെ അടിസ്ഥാനത്തിലാണ്? എഴുതപ്പെട്ട എന്തെങ്കിലും എഗ്രിമെൻ്റ് ഉണ്ടോ? വാക്കാൽ പറഞ്ഞു എന്ന് നിങ്ങൾ പറയുന്നതല്ലേ, അവർ പറഞ്ഞിട്ടില്ലല്ലോ. നിങ്ങളൊരു ഈ കോക്രാച്ചുകൾ പാറ്റകൾ പറ്റിച്ചിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ മുമ്പ് ചർച്ച JP നദ്ദയും ഇവരുമായി ചർച്ച നടത്താൻ വേണ്ടി പോയ സമയത്ത് ഫോൺ പോലും കൊണ്ടുപോകാൻ പറ്റില്ല, നമ്മളെ പിടിച്ചു നിർത്തിയെന്ന് പറഞ്ഞപ്പോൾ പിന്നീട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ആളുകൾ തന്നെ അവർ ഫോണുമായിട്ട് അവരുടെ മുമ്പിൽ ഇരിക്കുന്നത് പുറത്തു വിട്ടിട്ടുണ്ട്. അപ്പോൾ പിന്നീട് ഇവർ പറഞ്ഞല്ല നമ്മളെ ഫോൺ കൊണ്ടുപോകാൻ വിട്ടിരുന്നു എന്നതുപോലെ ഇനിയിപ്പോൾ നാളെ ഇവർ എന്തെങ്കിലും രേഖ കേന്ദ്ര ഗവൺമെൻറ് പുറത്തു വിടുമ്പോൾ നമ്മളറിയാം അങ്ങനെ ഒരു ധാരണ ഉണ്ടായിട്ടില്ല എന്ന്. രാജ്യഭാവമായിട്ട് കേസെടുക്കുന്നുണ്ട്. ഇന്നലെ അപ്പോൾ പറഞ്ഞ സമാധാനപരമായ സമരത്തിൽ പങ്കെടുത്തവരെ വീട്ടിൽ കേസെടുക്കൂല എന്നായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക എന്ന് പറയുന്നത് കേട്ടു. സമാധാനപരമെന്നോ അക്രമാസക്തമെന്നോ അല്ല, സമരത്തിൽ പങ്കെടുത്താൽ നിയമവിരുദ്ധമായി സംഘം ചേർന്നാൽ കേസെടുക്കും. അതിനൊരു തർക്കവും വേണ്ട. അതിൽ പിന്നെ നിലവിളിച്ചിട്ട് സമരത്തിന് ഇറങ്ങുമ്പോൾ കേസെടുക്കും എന്നുള്ള കാര്യം എപ്പോഴും ഓർക്കുന്നതല്ല. ഇനിയിപ്പോൾ പിന്നെ എന്താ പറയുക, പണ്ട് ഒരു കള്ളനെ പിടിച്ചപ്പോൾ നീലടാ കട്ടിനെന്ന് ചോദിച്ചപ്പോൾ ഞാനെല്ലാന്ന് പറഞ്ഞു. ലാസ്റ്റ് പോലീസിൻ്റെ മർദ്ദനം കേട്ടപ്പോൾ ആ കള്ളം പറഞ്ഞു പോലും ഇന്ദിരാഗാന്ധിനെ കൊന്നതും രാജീവ് ഗാന്ധിനെ കൊന്നതും ഇതെല്ലാം ഞാനാണ്, കട്ടത് ഞാനാണെന്ന് അവസാനം അടിയിൽ നിന്ന് രക്ഷപ്പെടാൻ പറഞ്ഞതുപോലെ ഇനി അപ്പനപ്പൂപ്പന്മാരുടെ മുമ്പുള്ള കേസ് വരെ കുത്തിപ്പൊക്കിയിട്ട് ഓരോരുത്തരുടെ വീട്ടിലും കേസുകൾ എടുക്കും. അല്ലാണ്ട് ഇവരെന്താ മണ്ടന്മാരാ? ഒരു മന്ത്രിയെ രാജിവെപ്പിച്ചിട്ട് നിങ്ങളെ ഇങ്ങനെ പിന്നെ നിങ്ങൾ പറയുന്ന എല്ലാം അംഗീകരിക്കാൻ പറ്റുമെങ്കിൽ കേന്ദ്രം ഭരിക്കുന്നവർ പിന്നെ വിഡ്ഢികളല്ലേ? അതുകൊണ്ട് കേസുകളുടെ ഘോഷയാത്ര ഇനി വരും. അതിന് വിലപിച്ചിട്ട് കാര്യമൊന്നുമില്ല. സമരം ചെയ്താൽ കേസ് വരും, സമരം ചെയ്താൽ മർദ്ദനമുണ്ടാകും, സമരം ചെയ്താൽ അക്രമം ഉണ്ടാകും, സമരം ചെയ്താൽ ഭരണകൂടത്തിൻ്റെ ഭീകരത ഉണ്ടാവും. ഇതെല്ലാം നേരിടാൻ പറ്റുമെങ്കിൽ മാത്രമേ സമരത്തിന് ഇറങ്ങാൻ പാടുള്ളൂ. അല്ലാതെ സമരത്തിന് ഇറങ്ങിയിട്ട് പിന്നെ കേസും ഇതും വരുമ്പോൾ മോങ്ങിയിട്ട് കാര്യമൊന്നുമില്ല. അവരേത് വിധത്തിലും നോക്കും.